അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളെയും അവിടത്തേക്ക് സമർപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5:6. ഈ തിരുവചനത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തെ പ്രാവർത്തികമാക്കിയ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. 2025 ഓഗസ്റ്റിൽ എനിക്ക് വെരിക്കോസിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനായിട്ട് ഞാൻ ജൂബിലി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അതിന് ഒരുക്കത്തിനുള്ള ബാക്കി ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. 1 മാസത്തോളമായിട്ട് ബ്ലീഡിങ് നിൽക്കാതെ ഇങ്ങനെ മെനോപോസിൻ്റെ ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഡോക്ടറെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടറോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അത് നോർമലാക്കിയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ബാക്കി അത് നോർമൽ ബ്ലഡ് നമുക്ക് ഹീമോഗ്ലോബിൻ എനിക്ക് കുറവായിരുന്നു. അങ്ങനെ ഹീമോഗ്ലോബിൻ കൂടാനുള്ള ടാബ്ലറ്റും ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, 1 മാസത്തേക്ക് എനിക്ക് ടാബ്ലറ്റ് തന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്കാനിങ്ങിന് വിധേയമാകണം, നിന്നില്ലെങ്കിൽ വന്നിട്ട് നമുക്ക് ഓപ്പറേഷനോ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ആരോഗ്യ മാതാവേ, എനിക്ക് ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം കൂടി ഡോക്ടർ ഇതാ പറയുന്നു, അപ്പോൾ അമ്മ ഇതിൽ ഇടപെടണം, എനിക്ക് ഇത് സ്റ്റോപ്പ് ചെയ്ത് തരണമെന്ന് ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത്. അങ്ങനെ 1 മാസം ടാബ്ലറ്റ് കഴിച്ചതും എനിക്ക് പിന്നെ ബ്ലീഡിങ് ഉണ്ടായില്ല. ഓപ്പറേഷൻ നന്നായി നടന്നു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെപ്റ്റംബറിൽ ഞാൻ കടലുണ്ടി ധ്യാന കേന്ദ്രത്തിലെ വാർഷിക ധ്യാനത്തിനായിട്ട് പോയി. അവിടെ ധ്യാനത്തിന് ചെന്നിട്ട് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് എന്നോട് ബ്രദർ പറഞ്ഞു, ഒരു സ്കാനിങ്ങിന് വിധേയനാവാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്, അപ്പോൾ ഇനി അടുത്തൊരു ഇതിനും കൂടെ പോകാനായിട്ട് എനിക്ക് പ്രയാസമുണ്ട്, അപ്പം ബ്രദർ പ്രാർത്ഥിക്കണം പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തിരിച്ചു പോന്നു. വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മധ്യസ്ഥം. പക്ഷേ 2 മാസത്തോളം പിന്നെ എനിക്ക് ബ്ലീഡിംഗ് ഒന്നും വന്നില്ല. പക്ഷേ വീണ്ടും അതേപോലെ തന്നെ ബ്ലീഡിങ് ശക്തമായി ഉണ്ടാവാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു മന്ത്ലി വരുന്ന പോലെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് ആയിരുന്നു. കുറച്ച് ദിവസം വന്നിട്ട് അങ്ങനെ നിൽക്കും, അങ്ങനെയായിരുന്നു. പിന്നെ കഴിഞ്ഞ മെയ് 6 തൊട്ടിട്ട് എനിക്ക് ഇത് വീണ്ടും തുടങ്ങി. പക്ഷേ ബ്ലീഡിങ് നിൽക്കുന്നേ ഇല്ല. ഡോക്ടറെ കാണിച്ചിട്ടും ബ്ലീഡിങ് നിൽക്കാത്തൊരവസ്ഥ. ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, നന്നായിട്ട് ശുശ്രൂഷ ചെയ്യാനും ഓടി നടക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ വീട്ടിൽ പോയിട്ട് നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനാകുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണം, ശരീരം ഭയങ്കര ഷിവറിങ്ങോ ഭയങ്കര പ്രയാസത്തിലേക്ക് വന്നു തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾ വീണ്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ട് പോയി. ആ സമയത്ത് ഞാൻ ധോണിയിൽ ധ്യാനിക്കാനായിട്ട് വാർഷിക ധ്യാനം, ഈ വർഷത്തെ വാർഷിക ധ്യാനത്തിന് പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ഉടനെ സിസ്റ്റർ എന്നോട് ചോദിച്ചു കൗൺസിലിങ്ങിൻ്റെ സമയത്ത്, ഈശോ ഒരു സ്കാനിങ്ങിന് വിധേയമാവണമെന്ന് പറഞ്ഞിട്ട് നീ ചെയ്തില്ല അല്ലേ, വേളാങ്കണ്ണി പോവാമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നില്ലേ, അതും ചെയ്തില്ല അല്ലേ, വീണ്ടും പരിശുദ്ധാത്മാവ് അത് ഓർമ്മപ്പെടുത്തി തരുന്നു, മോള് സ്കാനിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഓക്കെ, ഞാനിത് കഴിഞ്ഞ ഉടനെ ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു. ഈ നല്ല ബ്ലീഡിങ് ഉള്ള സമയത്ത് തന്നെയാണ് ഞാൻ ധ്യാനത്തിന് പോയിട്ടുണ്ടായിരുന്നത്. സിസ്റ്റർ ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, ഇതാണെന്ന് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു. അപ്പോൾ ചെന്ന ഉടനെ മോൾ സ്കാനിങ്ങിന് പോകണം, ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ഒരു ദിവസം ഇവിടെ അടുത്തുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു, സ്കാൻ ചെയ്തപ്പോൾ വേറെയും കുറേ പ്രശ്നങ്ങളാണ് എനിക്ക് കാണുന്നത്. ബ്ലഡ് ബ്ലാഡറിൽ കല്ല്, പിന്നെ സിസ്റ്റ് ഉണ്ട്, എൻഡോമെട്രിയത്തിന് തിക്നെസ് 16 mm ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ലേഡീസിനെ ആരെങ്കിലും കൂട്ടിയിട്ട് വരണം, എന്നിട്ട് DNC അതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് കയറണം, ഒട്ടും താമസിപ്പിക്കരുത്, ഇപ്പം തന്നെ ഓൾറെഡി നിങ്ങൾ നല്ല വീക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ
എനിക്കിതൊക്കെ കേട്ടപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ ഞാനിവിടെ ശുശ്രൂഷ ചെയ്യുകയാണ്, ഒലോക്കോട് ഇടവകയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആദ്യം ബ്ലസ്സി സിസ്റ്ററിനെ കണ്ടിട്ട് സിസ്റ്ററിനോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ട് മോൾ ചെയ്താൽ മതി ഈ കാര്യങ്ങളൊക്കെ, ഇത് മെനോപോസിൻ്റെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ശരി എന്നിട്ട് ഞാൻ ആദ്യം അച്ഛനോടൊന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുവരെ ഞാൻ അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷമുള്ള ശുശ്രൂഷകളിലൊക്കെ അച്ഛൻ ശക്തമായി ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ട് അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനകളിലെല്ലാം ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചും ലോകം മുഴുവനുള്ള എല്ലാ സ്ത്രീകളുടെയും ഗർഭപാത്ര സംബന്ധമായി പ്രയാസം അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധ കുർബാനയിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് വേറെ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ ട്രീറ്റ്മെൻറ്റിനൊന്നും ഇപ്പോൾ പോകണ്ട, ഞാനൊരു ടാബ്ലറ്റ് എഴുതി തരാം, അത് കഴിക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കാം, എന്നിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ട് അച്ഛനോട് കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുന്നേ 3 വചനങ്ങൾ 1500 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അത് ലൂക്ക 10:19, യോഹന്നാൻ 10:10, ജ്ഞാനം 16:12 ഈ വചനങ്ങളായിരുന്നു. ഈ വചനങ്ങൾ ഞാൻ കൗണ്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കൗണ്ടിങ് മെഷീൻ ഒരെണ്ണം വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ഈ വചനങ്ങൾ അന്ന് തൊട്ടിട്ട് ദിവസം ഞാൻ ഈ വചനങ്ങൾ 1500 അല്ല അതിലും കൂടുതൽ തവണ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ സിസ്റ്റർ എൻ്റെ അടുത്ത് ബ്ലസ് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറെ ഇനി വീണ്ടും കാണാൻ പോകുന്നതിന് മുമ്പേ ഈ കരുണയുടെ ഈശോയുടെ മുന്നിൽ 9 കരുണക്കൊന്ത ചൊല്ലി ശേഷേ പോവാവുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കാണാനായിട്ട് സ്കാനിങ്ങിന് പോയി. അവിടെ പോയി വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് 20ലും കൂടുതലായിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റേ സിസ്റ്റത്തിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, സിസ്റ്റം വലിപ്പം കൂടുതലായിട്ടാണ് കാണിച്ചത്. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് ബയോപ്സിക്ക് അയക്കേണ്ടി വരും, അയക്കാം, അതിനുള്ള ഇതിലേക്ക് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി എടുത്തു ബയോപ്സിക്ക് അയച്ചു. പക്ഷേ ബയോപ്സിയുടെ ടെസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ്സിനൊന്നും വലിയ ചേഞ്ചൊന്നുമില്ല. പക്ഷേ സിസ്റ്റം ചെറുതായി, ബ്ലീഡിങ് ഇതിന് റിസൾട്ട് വാങ്ങാൻ പോകുന്നതിൻ്റെ തലേ വെള്ളിയാഴ്ച ഇവിടെ അച്ഛൻ ഡെലിവറൻസ് ചെയ്തു. വിശുദ്ധ കുർബാനയിൽ ഞാൻ ഈശോയെ സ്വീകരിച്ചിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് പറഞ്ഞു ഈശോയെ രക്തസ്രാവക്കാരി അങ്ങയുടെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അങ്ങ് സൗഖ്യം കൊടുത്തു. പക്ഷേ ദിവ്യകാരുണ്യ ഈശോ ഇന്ന് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുകയല്ലേ, ഈശോയെ നിനക്ക് എന്നെ സൗഖ്യപ്പെടുത്താൻ പറ്റില്ലേ, നീ എനിക്ക് സൗഖ്യം തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈശോയോട്. അങ്ങനെ അന്നത്തെ ഡെലിവറൻസിലും അച്ഛൻ്റെ പ്രാർത്ഥനയിലൊക്കെ ഞാൻ ശക്തമായി ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം വീട്ടിൽ പോയപ്പോഴൊക്കെ എനിക്ക് നല്ല സിവിയറായിട്ടുള്ള ബ്ലീഡിങ് നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാനിവിടെ വന്ന് ശനിയാഴ്ച ഇവിടെ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു തിങ്കളാഴ്ച എനിക്ക് ഡോക്ടറെ കാണാൻ പോകാനുള്ളതാണ്, ഇനി എന്തൊക്കെയോ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പം ഈശോയെ അങ്ങ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മയില്ലേ, എനിക്ക് സൗഖ്യം തന്നേ പറ്റൂ കേട്ടോ, എനിക്ക് സൗഖ്യം വേണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ മഗ്ദലന മറിയത്തോട് ഞാൻ മഗ്ദലന മറിയം പറയും നീ സ്നേഹിക്കുന്ന ലാസർ മരിച്ചു പോയിരിക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ കർത്താവെ നീ സ്നേഹിക്കുന്ന ഞാനിതാ രോഗിയായിരിക്കുന്നു, എനിക്ക് സൗഖ്യം തന്നേ പറ്റൂ കേട്ടോ, നാളെ ഞാൻ പോകുമ്പോൾ ഡോക്ടർ അതൊന്നും വേണ്ട ഒരു കുഴപ്പമില്ല എന്ന് പറയണത് എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞു ഞാൻ ഈശോയോട്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞാൻ ഹസ്ബൻഡും കൂടി ഡോക്ടറെ അടുത്ത് റിസൾട്ട് കാണിക്കാനായിട്ട് പോയി. റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല, മരുന്നൊന്നും നീ കഴിക്കേണ്ട, കർത്താവ് അത് മെനോപോസിൻ്റെയാണ്, ബ്ലീഡിങ്. അന്ന് വേറൊരു കാര്യം, അന്ന് ശനിയാഴ്ച വൈകുന്നേരം ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ ബ്ലീഡിങ് സ്റ്റോപ്പായി, എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് ബ്ലീഡിങ് നിന്നു, ഇപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു മരുന്നും കഴിക്കേണ്ട, ഇനി എങ്ങാനും അത് വരുവാണെങ്കിൽ ഈ ടാബ്ലറ്റ് 2 ദിവസത്തേക്ക് കഴിച്ചാൽ മതി, അതല്ലെങ്കിൽ പിന്നെ വേറെ ഹോർമോൺ ഗുളിക എന്തെങ്കിലും എഴുതി തരാം, അല്ലാതെ ഇതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഈ സിസ്റ്റം 3 എബവ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം എടുത്തപ്പോൾ സ്കാനിങ്ങിൽ. രണ്ടാമത് ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്യാൻസറിൻ്റെ ചെക്കപ്പിന് വേണ്ടി അയച്ചതിൽ അത് 2 മില്ലി അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊരു സിസ്റ്റമായിട്ടേ കൂട്ടാൻ പറ്റില്ല, അത് സിസ്റ്റം അത് അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട, അതുകൊണ്ട് യാതൊരു കുഴപ്പമുണ്ടാവില്ല, ധൈര്യമായിട്ട് മോൾ പോയിക്കോ പറഞ്ഞു. അങ്ങനെ സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് നന്ദി.